ദേ രവ്യേ, നീ വിളിച്ചു കൂവണ്ട. അവളിവിടെ ഇല്ല. അവളിവിടെ ഇല്ലേ? എവിടെ പോയി? ആഹാ, നീ പറഞ്ഞില്ല അവളോട് പോണ്ട, അനിയൻ്റെ പിറന്നാളിൻ്റെ ഫംഗ്ഷൻ ആഘോഷിക്കാൻ പോണ്ടെന്ന് നീ പറഞ്ഞതല്ലേ. പക്ഷേ നീ പറഞ്ഞത് കേൾക്കാതെ അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് എന്നും രവതിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല എന്നുണ്ട്. എൻ്റെ രവതിനെ എനിക്കറിയാം. ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോവില്ല. എനിക്ക് ഉറപ്പാണ്. ഞാൻ അവളോട് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീ പറഞ്ഞതല്ലേ. നീ പറയണമെന്ന് നിൻ്റെ വാക്കിനെ അവൾ വില കൽപ്പിച്ചിട്ടുണ്ടോടാ? അതൊന്നല്ല. അവൾ പൂ വിൽക്കാൻ പോയിട്ടുണ്ടാവും. ഒരു പൂ വിൽക്കാൻ അവൾ പോയിട്ടില്ല. അവളൊരു പൂവെടുത്ത് നിൻ്റെ ചെവിയിൽ വെച്ചിട്ട് അവളുടെ വീട്ടിൽ പോയി. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വിളിച്ചു നോക്കുക. വിളിക്കുമ്പോൾ രവതി ഫോൺ എടുക്കണില്ല. സച്ചി വിളിക്കുമ്പോൾ. ഇപ്പം മനസ്സിലായില്ലേ? അവൾ നിൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി നിനക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നിന്നെ അവൾ പറ്റിച്ചേക്കാടാ. നിൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവൾ പോയേക്കാ. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പം അവളുടെ വീട്ടിൽ പോയി നോക്കിയാൽ അവളവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുശുമ്പ് തുള്ളിയിട്ട് അവരുടെ കുടുംബം കലക്കാൻ നോക്കുന്ന ചന്ദ്രയുടെ വാക്കുകളാണിത്. കൂട്ടുകാരെ, ഇന്നത്തെ ചമ്പന്നിപ്പൂവിലേക്ക് സ്വാഗതം. അങ്ങനെ രവതിയുടെ വീട്ടിൽ നിന്ന് രവതിയുടെ അമ്മ വിളിച്ചിട്ട് അനിയൻ്റെ പിറന്നാളാഘോഷമാണ് ചെറുതായിട്ട് നടത്തുന്നുണ്ട്, നീ വരണം മോളെ എന്ന് പറയുമ്പോൾ രവതി വരാമെന്നൊക്കെ പറയണം. ശരത്ത് പറയണം സച്ചിയേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫംഗ്ഷന് നിൽക്കില്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും, ചേച്ചി മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ആകെ ആശയക്കുഴപ്പത്തിലാണ് രവതി. എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിലാണ് രവതി ആകെ ഇരിക്കുന്നത്. അമ്മയാണെങ്കിൽ വരാൻ പറയുന്നുണ്ട്, നീ വന്നാലും ഇവിടെ സന്തോഷം ഉണ്ടാവും പറയുന്നുണ്ട്. അനിയനാണെങ്കിൽ വരണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് സച്ചി വന്നു. രവതിയെ വിളിച്ച് വന്നിട്ട് പറയും, രവതി എന്നാ കാർത്തിക്കിന് ഓടിക്കാൻ കൊടുത്ത വണ്ടിയുടെ വാടകയാണ്, എന്തായാലും നമ്മൾ ഇത്രയും പൈസയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നൊരു മുറി കെട്ട് രവതി. അവൻ പറഞ്ഞു, ഈ പൈസ കൊണ്ടുപോയി രവതിയുടെ കയ്യിൽ കൊടുക്കണം, കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ജോലി തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇത് തന്നത്. പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ, ആളും എടുക്കണമല്ലോ, അവൻ സത്യസന്ധനായ ഡ്രൈവറാണ് രവതിയെ പറയാണ്. അങ്ങനെ രവതി പൈസ എടുത്ത് വെച്ചു. എന്നാൽ ശരി ഞാൻ പോട്ടെ, എനിക്ക് ഓട്ടേണ്ട പറയുമ്പോൾ സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, ഇന്ന് ശരത്തിൻ്റെ പിറന്നാൾ ഫംഗ്ഷനാണ്, അതിനെന്താ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും നീ ഞാനും കൂടി വരാം. പക്ഷേ ശരത്ത് സമ്മതിച്ചിട്ടുണ്ടാവില്ലല്ലോ. ശരത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലോ നീ ഒറ്റയ്ക്ക് ചെല്ലണമെന്ന്. അങ്ങനത്തെ അല്ല സച്ചിയേട്ടാ, എനിക്കറിയാം രവതി, അവൻ ഫംഗ്ഷൻ ക്ഷണിച്ചിട്ടുണ്ടാവും, അത് നിന്നോട് മാത്രമായിരിക്കും, എന്നോട് വരാൻ അവൻ പറയില്ല. കാരണം അവൻ എന്നെ ഇഷ്ടമില്ലല്ലോ, ഞങ്ങൾ തമ്മിലുള്ള വെറുപ്പും വൈരാഗ്യം എന്നല്ല അവൻ വിചാരിച്ചിരിക്കണം. അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം രവതി, അവൻ നിന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ല സച്ചിയേട്ടാ, അമ്മ പറഞ്ഞു സച്ചിയേട്ടനെയും കൂട്ടിയിട്ട് പോയി. എനിക്കറിയാം എന്നെ വിളിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്നെ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ, അപ്പോൾ എന്നെ വിളിക്കാത്ത ആ പിറന്നാൾ ഫംഗ്ഷന് നീയും പോവണ്ട. കാരണം ഞാൻ താലികെട്ട് എൻ്റെ ഭാര്യ, നീ എന്നെ വിളിക്കാത്തടത്തേക്ക് നീ പോകേണ്ട ആവശ്യമില്ല, അതാണ് അതിൻ്റെ ശരിയെന്ന് പറയും. അപ്പോൾ അതെങ്ങനെ സച്ചിയേട്ടാ, ഞാൻ പോവാതിരുന്ന് എന്ത് ചെയ്യും? എൻ്റെ കുടുംബമല്ലേ അത്, എൻ്റെ അമ്മയും കൂടെ പിറപ്പോളല്ലേ അവിടെ ഉള്ളത്. എന്തായാലും ശരി, എന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അഥവാ ഞാൻ അങ്ങോട്ട് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ പോകണ്ട രവതി, അവരെ പിറന്നാൾ ഫംഗ്ഷനൊക്കെ ആഘോഷിക്കട്ടെ. അപ്പം ഞാൻ എന്ത് പറയാം അമ്മോട്, നീ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് നീ പോകണ്ട. അപ്പം അതെ, അവനിപ്പോൾ ഒരു കുഴപ്പമില്ല സച്ചിയേട്ടാ, അപ്പം നല്ല രീതിക്കല്ലേ ജീവിക്കുന്നത്, നല്ല രീതിക്ക് ജീവിക്കുന്നത്, അവൻ്റെ കയ്യിലിരിപ്പ് നിനക്ക് അറിയാൻ കേട്ടാ. അവനെ പിടിച്ചു പറയും അവൻ മോഷണോ അല്ല, അത് അന്നത്തെ ബൈക്കിൻ്റെ കാര്യമാണോ സച്ചിയേട്ടാ ഇപ്പോഴും പറയണത്? ബൈക്കിൻ്റെ മാത്രമൊന്നുമല്ല, അമ്മയുടെ പൈസ. അമ്മയുടെ പൈസ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. നീ എന്തായാലും ഈ ഫംഗ്ഷന് പോകണ്ട രവതി. ശരി, ഞാൻ പോയിട്ട് വരാമുണ്ട്. സച്ചി അങ്ങനെ പോവാണ്. രവതി ആകെ ധർമ്മസങ്കടത്തിലാണ്. എന്ത് ചെയ്യും ദൈവമേ, പോകണോ പോവാതിരിക്കണോ എന്നുള്ള ധർമ്മസങ്കടത്തിലാണ്. ഈ സമയത്ത് രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് വർഷ കയറി വരും. വർഷ കയറിയിട്ട് എന്താ ചേച്ചി ഇങ്ങനെ കാര്യമായിട്ട് ആലോചിക്കണേ? ഒന്നുമില്ല വർഷ, വെറുതെ ഇരുന്നതല്ല. എന്താ ചേച്ചി പ്രശ്നം ചോദിക്കുമ്പോൾ, ശരത്തിൻ്റെ പിറന്നാളാണ് വർഷേ, ഇന്ന് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നത്, അതിനെന്താ ചേച്ചിക്ക് പൊക്കൂടായോ? എന്നോട് പോകരുതെന്നാണ് സച്ചിയേട്ടൻ പറഞ്ഞിരിക്കണം. ഓ സച്ചിയേട്ടനും ശരത്തും നമ്മൾ വഴക്കാണല്ലോ അല്ലേ? അതൊന്നും ചേച്ചി നോക്കണ്ട, അത് അവർ തമ്മിലുള്ള പ്രശ്നമില്ലേ, ചേച്ചി എന്തിനാ അതിൽ ഇടപെടേണ്ടത്? സച്ചിയേട്ടനോട് വരണ്ടാന്ന് അവർ പറഞ്ഞത് വർഷേ, അത്രയല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. സച്ചിയേട്ടനോട് വരണ്ടാന്ന് വെച്ചിട്ട് ചേച്ചിയുടെ അമ്മയും കൂടെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റും? ചേച്ചി പോയിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വാ. അത് ഞാൻ പോയത് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ പിന്നെ എന്നോട് വഴക്കാവും. ഒന്നും ഉണ്ടാവില്ല, സച്ചിയേട്ടൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ചേച്ചി എന്തായാലും പോയിട്ട് വാ, ചേച്ചി പോകേണ്ടതല്ലേ അവരുടെ അടുത്തേക്ക്, ചേച്ചിക്ക് ചെല്ലുന്നതല്ലേ അവരുടെ സന്തോഷം. ഇതൊന്നും ഇത്ര വലിയ വിഷയമാക്കി എടുക്കേണ്ട ചേച്ചി, ചേച്ചിയുടെ അനിയൻ്റെ സന്തോഷമല്ലേ ചേച്ചിക്ക് വലുത്, ചേച്ചി പോയിട്ട് വാ. അതിപ്പോൾ ഞാൻ എങ്ങനെ പോവാ വർഷേ? സച്ചിയേട്ടൻ എന്നോട് പോകരുത്, സച്ചിയേട്ടൻ ക്ഷണിക്കാത്തടത്തേക്ക് ഞാൻ എങ്ങനെ പോയി? ഞാൻ ഇതുവരെ സച്ചിയേട്ടൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇതിപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമല്ല, ഇതിലിപ്പോൾ ചേച്ചിയായിട്ട് യാതൊരു വിധവും ഇല്ലല്ലോ. അതുകൊണ്ട് എന്താ ചേച്ചി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ശരി ചേച്ചി ഞാൻ പോവാട്ടോ എന്ന് പറയാം. പക്ഷേ ഇവർ തമ്മിലുള്ള സംസാരം മുഴുവൻ മറിഞ്ഞു കേൾക്കുന്ന ഒരാളുണ്ട്, വേറെ ആരെല്ലാം രേവതിയെ കണ്ണ് ദൃഷ്ടിച്ച് ഇഷ്ടമില്ലാത്ത ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി ഇതൊക്കെ മറിഞ്ഞെന്ന് കേട്ടിട്ട് പറയണം, ഇവള് പോവാനൊന്ന് കാണണം
എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവർ പറയുന്നതെല്ലാം ഒളിഞ്ഞു കേൾക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര രേവതിക്കുള്ള പാര വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞു രേവതിയുടെ വീട്ടിൽ വീണ്ടും ഇവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, രേവതി എവിടെ, രേവതി വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മയും ഒക്കെ പറയുന്നുണ്ട് അവൾ വരും. അപ്പോൾ ശരത്ത് വന്നിട്ട് പറയും, ചേച്ചിയെ കണ്ടില്ലല്ലോ അമ്മേ, വരും, അവൾക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ, അവൾക്ക് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ, അല്ലാണ്ട് അവൾ എങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ കേൾക്കണം. ശരത്ത് പറയണം, ശരി അമ്മേ ഞാൻ പോവാ, പറയാം എവിടേക്കാണ് നീ പോകണേ, ഞാൻ പോവാ, രേവതി ചേച്ചി വരില്ല എന്ന് എനിക്ക് ഉറപ്പായി, രേവതി ചേച്ചി വരാത്ത ഫംഗ്ഷന് കേക്ക് ഞാൻ മുറിക്കില്ല എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഫംഗ്ഷൻ ആഘോഷിക്കുക, അമ്മ വന്നവരോട് എന്താ വെച്ചാൽ പറഞ്ഞോ, ഞാൻ പോവാണ്. ശരത്ത് നീ എന്താടാ ഈ പറയണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ നിന്ന് രേവതി വണ്ടി എടുത്തിട്ട് പോയത് കാണുകയാണ് ചന്ദ്രമതി അത് കാണുമ്പോൾ പറയണേ, അവൾ പോയി, അവൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് അവൾ പോയി, ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവൻ ഇന്ന് എന്തായാലും ഇവർ തമ്മിൽ വഴക്കുണ്ടാവും, വഴക്കായി കഴിഞ്ഞാൽ എന്തായാലും രേവതിയുടെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും, ഇവർ തമ്മിൽ പിണങ്ങും, അവൻ അവളുടെ വീട്ടിൽ തന്നെ നിർത്തും, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കും, ഇനി മുതൽ അവൾ അവിടെ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട, നശിച്ചത് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ചന്ദ്രമതി. അത് കഴിഞ്ഞ് ശരത്ത് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്, ഞാൻ പോവാണ് അമ്മേ, എന്തായാലും ചേച്ചി വരില്ലല്ലോ, നിങ്ങൾ ഫംഗ്ഷന് വന്നവരോട് എന്താ വെച്ചാൽ പറഞ്ഞോളൂ, എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞാൻ ഇറങ്ങാന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് വാതിലിൻ്റെ അവിടെ രേവതി വരികയാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, രേവതി ചേച്ചി സച്ചേട്ടൻ വരാത്തോടത്തേക്ക് വരില്ല അമ്മേ, സച്ചേട്ടനോട് പറഞ്ഞാലല്ലേ ചേച്ചി വരുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്താണ് രേവതി വരുന്നത്. രേവതിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. അപ്പോൾ അമ്മ പറയും, ലക്ഷ്മി പറയും, മോളെ നീ വന്നല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി, പിന്നെ ഞാൻ വരാതിരിക്കും, എൻ്റെ അമ്മയുടെ പിറന്നാൾ, നമ്മുടെ അനിയൻ്റെ പിറന്നാളല്ലേ അമ്മേ, ഞാൻ വരാതിരിക്കും, അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് പറഞ്ഞിട്ട് ശരത്തെ ഹാപ്പി ബർത്ത്ഡേ ഡാ പറഞ്ഞിട്ട് എൻ്റെ ഒരു പിറന്നാൾ സമ്മാനം പറഞ്ഞിട്ട് പിറന്നാൾ സമ്മാനം കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ശരത്ത് പറയും, എന്നാലും ചേച്ചി വന്നല്ലോ, എനിക്ക് സന്തോഷമായി, സച്ചേട്ടനെ വരരുതെന്ന് പറഞ്ഞിട്ട് കൂടി ചേച്ചി വന്നല്ലോ, അപ്പോൾ ചേച്ചിക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി, സന്തോഷമായി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് സമ്മാനം മേടിക്കുകയാണ്. പക്ഷേ രേവതിയുടെ മുഖത്ത് തെളിച്ചൊന്നുമില്ല, രേവതി ആകെ സങ്കടത്തിലാണ് വന്നേക്കണം. അപ്പോൾ അത് കാണുമ്പോൾ അമ്മ ചോദിക്കുക, എന്താ മോളെ നിൻ്റെ മുഖത്തൊരു വിഷമം പോലെ, നീ വരണ കാര്യം സച്ചി അറിഞ്ഞിട്ടില്ലല്ലേ, സച്ചി അറിയാതെയാണ് നീ വന്നേക്കണതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ സമ്മതിച്ചില്ല, എന്നോട് പോവരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നീ അവനെ അറിയിക്കാതെ അല്ലേ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അമ്മേ ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുക, ഇപ്പം നമുക്ക് നമ്മുടെ ശരത്തിൻ്റെ സന്തോഷമല്ലേ വലുതാതെ പിറന്നാൾ ഫംഗ്ഷൻ കഴിയട്ടെ, ബാക്കിയൊക്കെ പിന്നെയെന്ന് പറയും രേവതി. അങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ രേവതിയുടെ മനസ്സ് വെക്കുന്നത് രേവതിക്ക് അറിയാം. അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രോദയത്തിലേക്ക് സച്ചി കയറി വരികയാണ്. സച്ചി രേവതിയെ വിളിച്ചിട്ട് കയറി വരികയാണ്. വിളിക്കുമ്പോൾ രേവതിയുടെ അനക്കൊന്നുമില്ല. രേവതിയെ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയും, അവളിവിടെ ഇല്ല, അവളെവിടെ പോയിന്നോ, നിനക്കറിയില്ല അവളെവിടെ പോയിന്ന്, നിന്നോട് പറഞ്ഞിട്ടല്ലോ അവൾ എല്ലായിടത്തേക്കും പോകാറ്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, പൂ വിൽക്കാൻ പോയിണ്ടാവില്ലേ, പൂ വിൽക്കാനൊന്നല്ല അവൾ പോയിക്കണം, അവളുടെ അനിയൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് പോയിക്കുന്നത്, നീ പറഞ്ഞല്ലോ അവളോട് പൂ വരുതെന്ന്, നിന്നെ ക്ഷണിക്കാത്തോടത്തേക്ക് പോവരുതെന്ന്, നിൻ്റെ വാക്കിനൊരു തുണ്ട് പോലെ വില കൽപ്പിച്ചോടാ, അവൾ പോയില്ലേ ക്ഷണിക്കാത്തോടത്തേക്ക്. അമ്മേ നിങ്ങൾക്ക് എന്നും രേവതിയെപ്പറ്റി കുറ്റം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല, നിങ്ങൾക്ക് അതൊരു ശീലമായില്ലേ രേവതിയെപ്പറ്റി കുറ്റം പറയില്ല, നിങ്ങൾക്ക് ഇതൊന്നും നിർത്തിക്കൂടെ, എന്നെ ക്ഷണിക്കാത്തോടത്തേക്ക് അവൾ പോവില്ല, ഞാൻ പറഞ്ഞത് അവൾ കേൾക്കും, എൻ്റെ വാക്ക് അവൾ ധിക്കരിക്കില്ല, എന്നാൽ അവൾ നീ പറഞ്ഞത് കേൾക്കാതെ പോയിക്കണത്. അപ്പോൾ സച്ചി പറയണേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, വിളിച്ചു നോക്കുമ്പോൾ വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കില്ല. പറയും, എങ്ങനെ ഫോൺ എടുക്കൂടെ, അവളവിടെ ആഘോഷത്തിൻ്റെ നടുവിലല്ലേ, പിന്നെ എങ്ങനെ നിൻ്റെ ഫോൺ അവൾ എടുക്കുക ചോദിക്കുകയാണ് ചന്ദ്രമതി. അവൾ ബർത്ത്ഡേ ഫംഗ്ഷന് തന്നെ പോയിക്കണത് അല്ല, അവൾ പൂ വിൽക്കാനാണ് പോയിക്കണത്, അവൾ നിൻ്റെ ചെവിയിലൊരു പൂവും വെച്ചിട്ട് അവളുടെ അനിയൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയി, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അവിടെ പോയി നോക്ക്, അപ്പോൾ കാണാം നിന്നെ കൂട്ടാതെ നിൻ്റെ ഭാര്യ അവിടെ പോയി പിറന്നാൾ ആഘോഷിക്കരുത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമമാണ്. സച്ചി വന്ന സ്പീഡിൽ തന്നെ കാർ എടുത്തിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു, കാർ എടുത്തിട്ട് പോവാണ്. പക്ഷേ ഇത് കാണുമ്പോൾ സന്തോഷിക്കുകയാണ് ചന്ദ്രമതി. ഇന്ന് ഇതിലൊരു തീരുമാനമാവും, അവൻ ഇന്ന് രേവതിയുടെ വീട്ടിൽ പോകണ്ടെന്ന് രേവതിക്കുള്ളത് കേൾക്കും, ഇന്ന് ഇതിൽ എന്തായാലും ഒരു തീരുമാനം, ഒന്നും അവരുടെ രണ്ടുപേരുടെയും ജീവിതം തവിട് പൊടിയാവും എന്നുള്ള, സ്വന്തം മകൻ്റെ ജീവിതം തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലത്തെ ചിലപ്പോൾ ഒരേ ഒരു അമ്മയായിരിക്കും ചന്ദ്രമതി. അങ്ങനത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ കഥ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ചെമ്പനീർപ്പൂവിൻ്റെ സീരിയലിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കഥ, ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.